സവാള സഖാവ് പിണറായി വിജയൻ പൊതുവെ അംഗീകരിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഗവൺമെന്റ് വിരുദ്ധ വികാരം ഇല്ല എന്ന് എല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഈ സർവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ. നമ്മള് തള്ളും ചളിയെല്ലാം നമ്മളെ മുക്കും ഗോയിന്ദ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു ഉത്കണ്ഠയില്ല. എന്താ കാര്യം? പേടിക്കണമെങ്കിൽ അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. തോറ്റു കഴിഞ്ഞിട്ട് നിങ്ങൾ തോറ്റു എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഭാഷ ലോകത്ത് എവിടെ ചെന്ന് തപ്പും എന്നുള്ള ഉത്കണ്ഠയില ഇവിടെ ജനങ്ങള്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഫലപ്രവചനത്തിന് പ്രത്യേകിച്ച് ഒരു പ്രസക്തിയുമില്ല. കാരണം കേരളത്തിൽ അതിഭയങ്കരമായ ഇടതുപക്ഷ വിരുദ്ധ വികാരമാണ്. ഒന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ പിണറായി വിരുദ്ധ വികാരമാണ് കേരളത്തിലെ മിക്കവാറും വോട്ടർമാരുടെയും മനസ്സിലുള്ളത്. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. ഗവൺമെന്റ് വിരുദ്ധ വികാരം ഇല്ല, ഒരു തരി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന അവസ്ഥയാകും എന്ന് ബോധ്യമായിട്ടും ഇങ്ങനെ നിന്ന് ഭരണവിരുദ്ധ വികാരം ഇവിടെ ഇല്ല എന്ന് പറയാൻ കഴിയുന്നതാണ് മ്യാഷേ നിങ്ങളിലെ തരിയുടെ പവർ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യം, അത് ഉയർത്തി മുമ്പോട്ടേക്ക് പോകുന്നതിന് നേതൃത്വപരമായ പങ്കുവഹിച്ചിട്ടുള്ള സഖാവ് പിണറായി വിജയൻ പൊതുവെ അംഗീകരിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഗവൺമെന്റ് വിരുദ്ധ വികാരം ഇല്ല എന്ന് എല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. ആ ഏറിയ കഴിവിന് അഥവാ കഴിവേറിത്തരത്തിനുള്ള പ്രത്യേക മോഡൽ പുരസ്കാരം ഇങ്ങക്ക് തന്നെ. 99 സീറ്റുള്ള മുന്നണിക്ക് 70-ൽ താഴെ സീറ്റ് പ്രവചിച്ചത് ഭരണവിരുദ്ധ വികാരം ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെ? അപ്പൊ 67% ആളുകളും തിരിഞ്ഞു നിന്നത് വികാരം കൂടിയിട്ട് തന്നെ. കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ള ഏറ്റവും പ്രമുഖനായ നേതാവ് സഖാവ് പിണറായി വിജയനാണ്. ആ പറച്ചിലിന് പഴയ പവർ ഇല്ലെങ്കിലും 2 ദിവസം മിച്ചം നിൽക്കെ ഈ ഡയലോഗ് അടിച്ചതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ ഞങ്ങൾ അറിയിക്കുന്നു. ഇനി ഒരു 5 വർഷമല്ല 10 വർഷം കൂടി മുഖ്യമന്ത്രി പദം അലങ്കരിക്കാനുള്ള യൗവനം നിങ്ങളുടെ കത്തിജ്വലിച്ച് കരിക്കുന്ന സൂര്യനിൽ ബാക്കിയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ആ യൗവനത്തിന്റെ തീക്ഷ്ണതയുണ്ടല്ലോ, അതനുഭവിക്കാനുള്ള ശേഷി ഞങ്ങൾക്കുണ്ടോ എന്നാ ഞങ്ങളുടെ സംശയം. പാതി വെന്ത അവസ്ഥയിൽ സൂര്യാഘാതം വീണ്ടും തുടർച്ചയായി ഏൽക്കേണ്ടി വന്നാലേ അത്ര സുഖം ഉണ്ടാവില്ലല്ലോ മിസ്റ്റർ മ്യാസ്റ്റർ. എക്സിറ്റ് പോൾ വന്നതിന് ശേഷവും അപ്പക്കച്ചവടം പൊടിപൊടിക്കും എന്ന് കണക്ക് കൂട്ടാനുള്ള ആത്മവിശ്വാസമൊക്കെ നല്ലത് തന്നെ. എന്നാലും അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനെ നോക്കി ഉദയസൂര്യൻ എന്ന് വിളിക്കാനുള്ള വിവരദോഷം, ആ വിവരദോഷം പ്രകടമാക്കി ആത്മവിശ്വാസത്തെ കവച്ചു വെക്കുന്നു മ്യാസ്റ്റർ. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല സാധ്യതയാണ് ഈ സർവേ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് അധികാരത്തിൽ വരാൻ ഉള്ള സാധ്യത. കറണ്ടിന് ക്ഷാമമുള്ള സീസൺ ആയിപ്പോയി, അല്ലെങ്കിൽ ഒരു ഷോക്ക് പരീക്ഷിക്കാമായിരുന്നു. എനിക്ക് തലയ്ക്ക് സ്ഥിരതയില്ലെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. സത്യം അതാണെങ്കിലും അത് തുറന്നു പറഞ്ഞ് മാഷിന്റെ മനസ്സ് വേദനിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അത് ശരി. ഇതൊന്നും അല്ല, തോറ്റു കഴിഞ്ഞാൽ തോറ്റു എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെങ്കിൽ അടുത്ത നിയമസഭാ ഇലക്ഷൻ വരെ സമയമെടുക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം. മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സഖാവ് പിണറായി വിജയനാണ് എന്ന് ആ സർവേ തന്നെ പറയുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ബസ്സുകളുടെ മൂലങ്ങളിലും റോഡുകളുടെ വശങ്ങളിലും മതിലുകളുടെ നെഞ്ചുകളിലും ചിരിച്ചു പിടിച്ചു നിൽക്കുന്ന 10 ലക്ഷം ഫോട്ടോ നാട്ടുകാരുടെ ചെലവിൽ സ്ഥാപിച്ചാൽ അതിനർത്ഥം ഇതിനപ്പുറം ഒരു മുഖ്യ നേതാവില്ല എന്നാണ് അല്ലേ? അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി? ഇപ്പൊ മനസ്സിലായി. പിന്നെ അസംഭാവ്യങ്ങളായ ഒരുപാട് കാര്യങ്ങളാണ് ഞാനതിന്റെ ഉള്ളടക്കത്തിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അസംഭാവ്യങ്ങളായ ഉള്ളടക്കങ്ങളെ കുറിച്ച് കൂടി വാചാലനായിക്കോളൂ. എന്താ ധൃതി? ഓ, ക്യാപ്സ്യൂൾ ഫാക്ടറിയിൽ ഓവർ ടൈം ഡ്യൂട്ടി ആണ് അല്ലേ? നിൽക്കാനും ഇരിക്കാനും കഴിയാത്ത ആ തിരക്ക് ഞങ്ങൾ മനസ്സിലാക്കണ്ടേ? മനസ്സിലാക്കുന്നു. ഉണ്ടാക്കി വിടുന്ന ക്യാപ്സ്യൂളുകളെല്ലാം ആരുടെ അണ്ണാക്കിലേക്ക് തള്ളും എന്ന കാര്യത്തിൽ കൂടി ഒരു തീരുമാനം ഉണ്ടാക്കണം കേട്ടോ മ്യാസ്റ്ററെ. അല്ല, ആ ക്യാപ്സ്യൂളുകൾ വിഴുങ്ങാൻ പാകത്തിലുള്ള തൊള്ളകളെ കമ്മികളിൽ തന്നെ ഇപ്പൊ അപൂർവമാണ്. ഉണ്ടാക്കി വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. 14 സീറ്റ് വരെ BJPക്ക് ലഭിക്കുമെന്ന് പറയുന്നതാണ് ചില സർവേ. അത് എന്ത് യാഥാർത്ഥ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സർവേയാണ്? ഒരു സീറ്റും BJPക്ക് ഇപ്രാവശ്യം ലഭിക്കാൻ പോകുന്നില്ല. അതാണ് കുട്ടപ്പന്റെ ഒരു തത്വം. ഉറപ്പാണല്ലോ, ഉറപ്പ്. ഷുഗർ ആണല്ലോ, ഷുഗർ. തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യത്തിൽ ഇതിനേക്കാളും ആത്മവിശ്വാസമായിരുന്നു, ഉത്കണ്ഠയില്ലായ്മയായിരുന്നു. ഞങ്ങളിത് കണ്ടും കേട്ടും തഴമ്പിച്ചതുകൊണ്ട് ചിരിക്കാൻ പോലും തോന്നുന്നില്ല മ്യാസ്റ്ററെ.
ഇയാളെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഒരു സീറ്റും BJP ക്ക് ഇപ്രാവശ്യം ലഭിക്കാൻ പോകുന്നില്ല. കോർപ്പറേഷൻ കൈവിട്ടു പോയിന്ന് ഇതുവരെ ഉൾക്കൊണ്ടിട്ടില്ല എന്നറിയാം. ഇനി കേരളം മൊത്തം കയ്യിൽ നിന്ന് പോകുമ്പോൾ ഉണ്ടാകുന്ന ഷോക്കുകളിൽ നിന്ന് കറണ്ട് എടുക്കാനുള്ള വല്ല ടെക്നോളജി ലോകത്തുണ്ടെങ്കിൽ നമ്മുടെ വൈദ്യുതി ക്ഷാമത്തിന് നിലവിലൊരു പരിഹാരമാവും. ഒരു സീറ്റും ഈ കേരളത്തിൽ BJP ക്ക് ലഭിക്കാൻ പോകുന്നതല്ല കേരളത്തിന്റെ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം. എന്തെന്നാ കേരളത്തിന്റെ ഭക്ഷണശാസ്ത്രവും ആക്കരുത്, സീരിയസ് ആയിട്ട് വല്ലതും പറയുമ്പോ ആക്കരുത്. കേരളത്തിന്റെ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം. ഓ, വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം വാക്ക് പിടികിട്ടി, അർത്ഥവും പിടികിട്ടി. ഈ സന്ദർഭത്തിൽ അത് ഉപയോഗിച്ചത് എന്തിനാണെന്ന് മാത്രം പിടികിട്ടിയില്ല. ചോദ്യം ചോദിച്ച ഒറ്റ തൊഴിൽ വെച്ച് തരും. റാങ്ക് പറയും, അപ്പ കേട്ടാ മതി. റാങ്ക് കാണിക്കും, അപ്പ കണ്ടാ മതി. ആ, പിന്നെ നമുക്ക് അങ്ങനൊന്നും ഇല്ലല്ലോ. കനമുള്ള കുറച്ച് വാക്കുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് വീര പോലെ ഇട്ടുകൊണ്ടിരിക്കണം, ഇളിക്കണം, തലയൂരണം മാധ്യമങ്ങളുടെ കയ്യിൽ നിന്ന്. പിന്നെ ആത്മനിഷ്ഠ ഘടകം ചില പത്രങ്ങൾക്ക് അതിന്റെ ഭാഗമായിട്ടുണ്ട്. വണ്ടി ട്രാക്കിലായിട്ടുണ്ട്, എല്ലാരും ഒന്ന് പിടിച്ചിരുന്നോണേ. നീ ഒന്ന് ശരിക്ക് തള്ളേ. ഞാൻ ശരിക്കും തള്ളുന്നുണ്ടോ? UDF ജയിപ്പിച്ചേ അടങ്ങൂ എന്ന് തീരുമാനിച്ചവർ സർവേ നടത്തിയാൽ ആ ആത്മനിഷ്ഠ ഘടകം കൂടി ചേർന്നാൽ അവർ ജയിക്കുമെന്ന് പ്രഖ്യാപിക്കാത്തേ മാത്രമേ ഉള്ളൂ. എങ്കിൽ പിന്നെ നിങ്ങളുടെ കയ്യിൽ യഥേഷ്ടം സ്റ്റോക്കുള്ള ആത്മനിഷ്ഠ ഘടകം എന്തുകൊണ്ട് നിങ്ങൾ സർവേയിൽ ലയിപ്പിച്ചില്ല മാസ്റ്റർ? എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറുകൾ. ആത്മനിഷ്ഠ ഘടകത്തെ വിഘടിപ്പിച്ച് ആത്മാവും നിഷ്ഠയുമാക്കിയ ശേഷം നിങ്ങളുടെ ഭരണപരിധിയിലെ ആത്മാക്കളുടെ അനിഷ്ടം പിടിച്ചുപറ്റാൻ ഉതകുന്നതായിട്ടുള്ള ഭൗതിക വാതകങ്ങളെ നവദ്വാരങ്ങളിലൂടെ പുറന്തള്ളാനുള്ള ആ ശേഷിയോട് ഉപമിക്കാനാവുമോ മറ്റേതെങ്കിലും വൈഭവം? പറയൂ മാസ്റ്റർ, പറയൂ. ഞങ്ങളുടെ ആത്മനിഷ്ഠ ഘടകം പ്രഖ്യാപിക്കാൻ ഒരു പത്രവും വാർത്തയും ഒന്നുമില്ല, കേരളത്തിലുമില്ല, ഇന്ത്യയിലുമില്ല. ഞങ്ങളെ കരയിക്കല്ലേ മാസ്റ്ററെ? അന്താരാഷ്ട്ര ദിനപത്രമായ ദേശാഭിമാനി എവിടെ പോയി? സത്യവും ധർമ്മവും വിട്ട് കളിക്കാത്ത ഏക മാധ്യമമായ കൈരളി എവിടെ പോയി? ഞങ്ങളുടെ ആത്മനിഷ്ഠ ഘടകം പ്രഖ്യാപിക്കാൻ ഒരു പത്രവും വാർത്തയും ഒന്നുമില്ല, കേരളത്തിലുമില്ല, ഇന്ത്യയിലുമില്ല. നിങ്ങളുടെ ആത്മനിഷ്ഠ ഘടകത്തെ സർവേയുമായി ലയിപ്പിക്കാനുള്ള തീവ്രത അവരുടെ ശേഷിക്കില്ലെന്നാണോ മാസ്റ്റർ പറഞ്ഞു വരുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവരുമെന്നുള്ള പരസ്യ പ്രഖ്യാപനത്തിന്റെ ഉള്ളറകളാണ് യഥാർത്ഥത്തിൽ സർവേ സൂക്ഷ്മമായി പരിശോധിച്ചാൽ കാണാൻ സാധിക്കുക. ഇനി ഉള്ളറകളും സൂക്ഷ്മമായിട്ട് പരിശോധിച്ചുകൊണ്ട് അവിടെ ഇരുന്നോ. മൈക്രോസ്കോപ്പ് അടപടലം കംപ്ലൈന്റ് ആയിട്ടും സൂക്ഷ്മ പരിശോധന കഴിഞ്ഞില്ല. ഈ ജാതി ദുരന്തങ്ങള്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരണം, വന്ന് ഇങ്ങനെ വായ തുറക്കണം കേട്ടോ. ഞങ്ങൾക്ക് എല്ലാം മറന്നൊന്ന് ചിരിക്കാമല്ലോ. ഉള്ളറകളിൽ നിന്ന് പണി കിട്ടി ക്ഷീണിച്ചാലും വായ തുറക്കാതിരിക്കരുതേ. ഞങ്ങൾക്ക് ഈ ഹാസ്യ പരിപാടി മിസ് ചെയ്യാൻ വയ്യന്നേ. എന്താണ് ഓരോ സംഭവങ്ങള്? ബെസ്റ്റ് പെർഫോമർ ആയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജനങ്ങളിലാണ് വിശ്വാസം. ഞങ്ങൾ ഒരു റിപ്പോർട്ടിനെയല്ല വിശ്വസിക്കുന്നത്, കൃത്യമായിട്ട് ജനങ്ങളെയാണ് വിശ്വസിക്കുന്നത്. ജനങ്ങൾ കൃത്യമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വിധി എഴുതി കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ UDF ഉണ്ടാകാൻ പോകുന്ന ചരിത്ര വിജയത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ആൾ ആരാണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ കേരള ചക്രവർത്തി സഖാവ് പിണറായി വിജയനാണ്. അദ്ദേഹത്തിന്റെ ധാർഷ്ട്യവും അദ്ദേഹത്തിന്റെ ധിക്കാരവും ജനകീയ പ്രശ്നങ്ങളെ തൃണവൽക്കരിക്കുന്ന അദ്ദേഹത്തിന്റെ മനോഭാവവും അതിനുപരി ഈ റോമ കത്തേരിയുമ്പോൾ വീണ വായിച്ച നീറോയുടെ ഒരു ക്രൂരമായ മനസ്ഥിതിയും. എന്റെ കർത്താവേ, ഈ നാട്ടിലെ ദ്രോഹികൾക്ക് ഒരു പന്നില്ലല്ലോ, പിന്നെ എന്താ ഈ പരമദ്രോഹി ഇറക്കുമതി? അത് കേരളത്തിലെ ഇടതുപക്ഷക്കാരെ അടക്കം വെറുപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാരെക്കാളും ആത്മാർത്ഥമായിട്ട് കൈപ്പത്തിക്കും കോടിക്കോ വോട്ട് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഇടതുപക്ഷക്കാരാണ്. അത് ഇടതുപക്ഷത്തോടുള്ള എതിർപ്പോടല്ല, ഈ പിണറായി സഖാവിന്റെ ധാർഷ്ട്യവും ധിക്കാരവും ജനകീയ പ്രശ്നങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ അവഹേളനവും കണ്ട് മനസ്സുപെടുത്തിട്ടുണ്ട്. ആ ജ്യോത്സ്യൻ കാറ്റുപായ ഗോപീകൃഷ്ണനെ ഒന്ന് വിളിക്കണം. എന്റെ സമയം മോശമാണോ അല്ല വളരെ മോശമാണോ എന്നൊന്നറിയാനാ. ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്ന സമയത്ത് അദ്ദേഹം നവകേരള യാത്ര നടത്തിയത്, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും മുഖ്യന്റെയും മകളുടെയും മാസപ്പടി വിവാദവും അതുപോലുള്ള 100,000 വിവാദങ്ങൾ ഉണ്ടായപ്പോഴും അദ്ദേഹത്തിന്റെ നിസ്സംഗത ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന ഒരു ചിന്താഗതി. ജനകീയ പ്രശ്നങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ പുള്ളിക്ക് എന്തെങ്കിലും തേമാനം സംഭവിക്കും എന്ന ചിന്താഗതി. പിന്നെ മറിയക്കുട്ടി പിച്ചപാത്രം എടുത്ത് വഴി നടക്കേണ്ടി വന്ന സാഹചര്യം. ഇതിനൊക്കെ ഉപരി ആശാപ്രവർത്തകരുടെ സമരത്തോട് അദ്ദേഹം കാണിച്ച ക്രൂരമായ നിസ്സംഗത. ഇതിനൊക്കെ കാലം കണക്ക് വച്ച ഒരു മറുപടിയാണ് May 4 തീയതി രാവിലെ മുതൽക്ക് നമ്മുടെ ഇലക്ട്രോണിക് യന്ത്രത്തിൽ തെളിയാൻ പോകുന്നത്.